സുനിത വില്യംസും ബുച്ച് വിമോറും ഭൂമിയിലെത്താൻ മണിക്കൂറുകൾ. ക്രൂ9 സംഘവുമായി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര തുടരുന്നു. നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. പേടകം ലാൻഡ് ചെയ്യുക അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിൽ. മടക്കം 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം. സുനിത വില്യംസിനെ കുടുംബസമേതം ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രിയുടെ കത്ത്. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. കുട്ടികളടക്കം 300-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അപലപിച്ച് സൗദി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ തമിഴ്നാട്ടുകാരായ ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരി. പ്രതിയായ കുട്ടി കുഞ്ഞിന്റെ പിതൃസഹോദരന്റെ മകൾ. കൊലയ്ക്ക് കാരണം വളർത്തച്ഛന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടെന്ന് മൊഴി. കുഞ്ഞു മരിച്ചത് വെള്ളത്തിൽ മുങ്ങിയെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ഭാര്യ മാതാവിനും ഭാര്യ പിതാവിനും കുത്തേറ്റു. ആക്രമണം കുടുംബ വഴക്കിനെ തുടർന്ന് പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ്. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി രാജ്യസഭയിൽ കോൺഗ്രസ് CPIM തർക്കം. ആശാവർക്കർമാരുടെ കാര്യത്തിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് ജെബി മേത്തർ MP. കോൺഗ്രസ് BJPക്കൊപ്പം ചേർന്ന് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP. തലസ്ഥാനത്ത് രാത്രിയും കനത്ത മഴയിൽ പോരാട്ടം തുടർന്ന് ആശാവർക്കർമാർ. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഗാനമേളയ്ക്കിടെ വിപ്ലവഗാനം ആലപിച്ചതിൽ ഹൈക്കോടതി വിമർശനം. ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരം പരിപാടികൾക്കുള്ളതല്ല. പണം കൂടുതൽ ഉണ്ടെങ്കിൽ അന്നദാനം നടത്തൂവെന്നും കോടതി. ഒരാഴ്ചയ്ക്കകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. കുടിയേറ്റത്തിന്റെ മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതുവരെ 295 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു. ചൊക്രമുടിയിലും പരുന്തുംപാറയിലും കയ്യേറ്റങ്ങളിൽ നടപടിയെടുത്തെന്നും മന്ത്രി K രാജൻ നിയമസഭയിൽ. കുടിയേറ്റക്കാർ ബുദ്ധിമുട്ടുമ്പോൾ കയ്യേറ്റക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം. ഇത്രയും കയ്യേറ്റമുണ്ടായിട്ടും നടപടി ഉണ്ടായില്ലെന്നും VD സതീശൻ. വോട്ടർ ID-യും ആധാർ കാർഡും ബന്ധിപ്പിക്കാനുള്ള നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ നടപടികൾ ചർച്ചയായി. യോഗം വിളിച്ചത് ഒരേ ID നമ്പർ പല സംസ്ഥാനത്തെ വോട്ടർമാർക്ക് കിട്ടിയത് വിവാദമായതോടെ. നടപടി ഭരണഘടനാ വ്യവസ്ഥകളുടെയും സുപ്രീം കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും മാറ്റിയതായി നിയമസഹായ സമിതി. കോടതി കേസ് മാറ്റിവെക്കുന്നത് 10ാം തവണ. കുംഭമേളയുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രസ്താവന ചട്ടപ്രകാരമല്ലെന്ന് പ്രതിപക്ഷം. കുംഭമേളയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ കഴിവുകളെ സംശയിക്കുന്നവർക്കുള്ള മറുപടിയെന്ന് മോദി.